നമസ്കാരം നമസ്തേ. വിനീഷ് ടീച്ചർ. നമ്മുടെ പ്രണയം തുടരുന്നതിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം ടീച്ചറെ എല്ലാവർക്കും ഒന്ന് ഞാൻ എൻ്റെ സിനിമയിലുള്ള എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ഒരു പരിപാടിയാണിത്. ടീച്ചറെ ഒന്ന് പരിചയപ്പെടുത്താവോ? ടീച്ചർ തന്നെ ടീച്ചറെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് RLV ദിനേഷ് കുമാരി. ഞാനൊരു നൃത്താധ്യാപികയാണ്. ചെറുപ്പം മുതലേ നൃത്തം ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് വരുന്നു. എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ 3 വയസ്സ് തൊട്ട് എൻ്റെ നൃത്തം തുടങ്ങിയതാണ്. അതിലുപരി ഞാൻ 5ാം ക്ലാസ് തൊട്ട് നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. കുറവലങ്ങാടിനടുത്ത് കാട്ടാമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു NSS ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയും അടുത്ത 5A BC ഒക്കെ ഉണ്ട്. ആ കുട്ടികളെ എല്ലാം ഞാൻ കൂട്ടിയിട്ട് ഞാൻ നൃത്തം പഠിപ്പിക്കുമായിരുന്നു. ആനുവൽ ഡേക്കും യൂത്ത് ഫെസ്റ്റിവലിനും എല്ലാത്തിനും ഞാൻ കുട്ടികളെ കയറ്റുമായിരുന്നു അന്ന് തൊട്ട്. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. ഈ 6ാം ക്ലാസ്സിലൊക്കെ ഞാൻ പുറത്ത് പോയി. എൻ്റെ മുത്തച്ഛൻ ചോറ് കൊണ്ട് പോകുമ്പോൾ ഞാൻ ഇവരോടൊന്നും പറയാതെ ഞാൻ വേറെ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് നൃത്തം പഠിപ്പിക്കും. അങ്ങനെ നൃത്തം പഠിപ്പിക്കുമ്പോൾ എനിക്ക് 5 രൂപ ഫീസ് തരും. അന്ന് 5 രൂപ ഫീസാണ്. ഈ 5 രൂപയ്ക്ക് ഞാൻ അങ്ങനെ പല സ്ഥലത്തും കളിപ്പിച്ചു. അവിടെ കടുത്തുരുത്തിക്കടുത്ത് തുരുത്തിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ ഞാൻ ഒരു സാറ് ജോൺസൺ സാർ, അന്ന് ആ സാർ ജീവിച്ചിരിപ്പില്ല. അപ്പം ഞാൻ സാറിനോട് സാർ എനിക്ക് നൃത്തം പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഈ ഇവിടുത്തെ സൺഡേ സ്കൂളിലെ പിള്ളേരെ നൃത്തം പഠിപ്പിക്കാനായിട്ട് എനിക്കൊരു അവസരം തന്ന. എത്ര വയസ്സിലത്? അന്ന് ഞാൻ 9 മറ്റേ ഉള്ളൂ. 9ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? പിന്നെ അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. സബ് ജില്ല, ജില്ല, ഇപ്പം സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ ഇത്രയും സ്ഥലങ്ങളിൽ മറ്റേ ജഡ്ജ്മെന്റിന് വേണ്ടി പോകുന്ന ഒരാളാണ്. അതെ അതെ അതെ. പക്ഷെ നമ്മളെ ഒത്തിരി പേര് ഉണ്ട്. ഒത്തിരി പേര് നമ്മളോട് ആ മാർക്കറ്റ് കൊടുക്കാവോ, ഇന്ന ആൾക്ക് പ്രൈസ് കൊടുക്കാവോ, ഇന്ന ഇത്, അതിനൊന്നും നമ്മൾ ഇന്നേവരെ വഴങ്ങിയിട്ടില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പിന്മാറുകയും ചെയ്യും. പക്ഷെ നമ്മൾ പുറം രാജ്യത്തേക്കൊന്നും അങ്ങനെ ആരും പറയില്ല. ചീത്ത പറയാറുണ്ട്. കാരണം പ്രൈസ് കിട്ടിയില്ല, പ്രൈസ് കിട്ടാത്തൊരു കുഴപ്പമില്ല. നൃത്തം അഭ്യസിപ്പിക്കുന്ന ടീച്ചർമാരെല്ലാരും ഭയങ്കര പ്രശ്നക്കാരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. എനിക്കൊരു മോളുണ്ടായി കഴിഞ്ഞപ്പോൾ ആ ദേഷ്യം മാറി. പിന്നെ അതിലുപരി ഞാൻ യൂറോപ്പിന് പോകാൻ തുടങ്ങിയല്ലോ. യൂറോപ്പിന് പോയപ്പോൾ നമ്മള് കുട്ടികളെ വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ ജയിലിൽ കിടക്കും, ഇങ്ങോട്ട് പോരുമില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മള് ഇങ്ങനെ അതിനൊക്കെ ഒരു പക്വത തോന്നുന്നു. ഈ കൊട്ടുന്ന പലക വെച്ചിട്ട് അത് പലക അവിടെ കൊട്ടാൻ പാടില്ല, അവിടെ ഒച്ച എടുക്കാൻ പാടില്ല. ടീച്ചർ പഠിപ്പിച്ച ആരെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ ഉണ്ട്. രമ്യ നമ്പീശൻ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അത് തന്നെ നമ്മുടെ ഉപ്പുമുളകിലെ നിഷ ശാരംഗ് എൻ്റെ അടുത്ത് പഠിച്ച കുട്ടിയാണ്. രമ്യ നമ്പീശനെ ഈ സിനിമയുടെ ആദ്യത്തെ, ഇപ്പൊ പറയുമോന്നൊന്നും എനിക്കറിയില്ല, ആദ്യമേ സിനിമയുടെ ഇന്റർവ്യൂ നടക്കുന്നത് നമ്മുടെ മുള്ളന്തുരുത്തിയില് അമ്പലം ഉണ്ടല്ലോ, കൃഷ്ണന്റെ അമ്പലം, നമ്മുടെ ടെലിഫോൺ ആൻഡ് സ്റ്റേജിന്റെ സ്ഥലം. ആ അമ്പലത്തിന്റെ അവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ വെച്ചാണ് ഇന്റർവ്യൂ. ഞാൻ കുറവലങ്ങാടിനും കടുത്തുരുത്തിക്കയുടെ കോട്ടയം ജില്ലയാണ്. അപ്പൊ ഞാനൊരു ഗ്രാമപ്രദേശം, തനി ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ രമ്യയെ ആദ്യമായിട്ട് സായാഹ്നം പടത്തിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ വീട്ടിൽ വെച്ച ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നത്. കാരണം ഇപ്പോഴും നമ്മളൊക്കെ വിദ്യാർത്ഥികൾ തന്നെയാണ്. കാരണം എപ്പോഴും പുതുമയാണല്ലോ, എല്ലാത്തിനും പുതുമകളാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടുന്നു. നമ്മൾ ഞാൻ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ നിശ്ചയിച്ച ഒരു കാര്യം, ഞാൻ പ്രണയം തുടരുന്നു എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന 1-2 പോരായ്മകളുണ്ട്. അത് ഞാൻ അടുത്ത് ഷെഫീഖിന്റെ സന്തോഷത്തിൽ കാണുമ്പം അതെല്ലാം അതിന്റെ ഒരു പകുതിയോളം തീർത്ത ഒരു ആക്ടറെയാണ് ഞാൻ പോലും മാറ്റം വന്നു. അപ്പം നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ ഒരു അടുത്ത സിനിമയിലെ ഒരു പരിപാടി പറയുമ്പോഴത്തേക്കും ടീച്ചറെ എനിക്കൊന്ന് പരിഗണിക്കണം എന്നുണ്ട്. കാരണം ആളുകൾ കാണാത്ത ഒരു വല്ലാത്തൊരു സ്പേസ് ടീച്ചറിലുണ്ട്. കാരണം ഇത്രയും വർഷത്തെ ജീവിതാനുഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം ജയരാജൻ ചേട്ടനാണ് നമ്മുടെ പടത്തിൽ അഭിനയിച്ച. ജയരാജൻ ചേട്ടൻ 40 വർഷത്തോളം സിനിമയിൽ നടന്നിട്ട് പുള്ളിനെ ആദ്യം നായക വേഷം കൊടുത്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന് ഫ്രഷ്നെസ് ഉണ്ട്. അപ്പൊ ആ ഫ്രഷ്നെസ്സിലേക്ക് അതെത്താം. പിന്നെ ഒരു സിനിമയും നൃത്തവുമായിട്ട് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നൃത്തത്തിൽ നമ്മൾ ഭാവങ്ങൾ കുറച്ച് അധികമായി നമ്മൾ എത്രത്തോളം ഭാവം പുറത്തേക്ക് ഇടാൻ പറ്റുമോ അപ്പോഴാണ് ഒരു നൃത്തം നന്നാവുന്നതെന്നാണ് എനിക്കറിയുന്നത്. അല്ലെങ്കിൽ കൃത്യമുള്ള മുദ്രകൾ, ചുവടുകൾ
ഇതല്ല. അതിന്റെ അടവുകൾക്കും അഭിനയത്തിനും എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. അഭിനയം മാത്രമല്ല, ഒരു നർത്തകിക്ക് അതിന്റെ അടവുകൾ, ഈ അടവുകളെല്ലാം ശുദ്ധമായിരുന്നാലേ ആ നർത്തകിക്ക്, പിന്നെ മെയ്വഴക്കം, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു മാത്രമാണ് വൃത്തി വേണം അതിന്. ഒരു വൃത്തി ഉണ്ടാകണം. അപ്പൊ ഇപ്പൊ ആ നർത്തകി കയറി നിന്ന് കളിക്കുമ്പോൾ അതിനായിട്ട് ഒരു ആകെ എല്ലാത്തിനും ഒരു ഭംഗി ഉണ്ടാകണം. അതുകൊണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ നൃത്തം നമ്മളെ കാണികളെ എന്താ പറഞ്ഞ അവരെ ആസ്വദിപ്പിക്കണം. എങ്കിലാണ് ആ നൃത്തം കൊണ്ട് നമുക്ക് അവരെ നമ്മളുടെ കയ്യിലേക്ക് എടുക്കണം ആദ്യം. അപ്പൊ അത് അഭിനയത്തിലൂടെ, നമ്മുടെ ചൂടിലൂടെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഈ നൃത്തത്തിന്റെ അഭിനയം മികവ് അല്ലെങ്കിൽ അതിന്റെ ഒരു നമ്മൾ മിഴിവ് എന്നൊക്കെ പറയുന്ന അതെ അതെ കൂടുതലായി വരുന്നത് കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഡാൻസിന്റെ അഭിനയം, നമ്മളുടെ ഡാൻസിന്റെ അഭിനയവും ഈ സിനിമ അഭിനയം രണ്ടും രണ്ടാണ്. കാരണം ഡാൻസ് നമുക്ക് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ കൈ പോകുന്നിടത്ത് കണ്ണ്, കണ്ണ് പോകുന്നിടത്ത് മനസ്സ്, മനസ്സ് പോകുന്നിടത്ത് ഇത് ഇത് സിനിമയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. സിനിമയുടെ അഭിനയം വേറെ തരത്തിലുള്ളതാണ്. അത് നമുക്ക് ഒത്തിരി ഓവർ ആക്കാനും പറ്റില്ല. ചെറുത് സിമ്പിളായിട്ട് ചെയ്താൽ മതി നമ്മള്. അല്ലാണ്ട് ഞാൻ അവിടെ കിടന്ന് ഇപ്പൊ നാടോടി പല്ലിറുമി അതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇവിടെ സിമ്പിള്. അത് ഞാൻ പൂമരം കൊണ്ടാ പഠിച്ചത്. ചെറിയ ചെറിയ പഠിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോ അടുത്തത് വന്നത് ഈ പ്രണയം തുടരുന്ന, ഈ പൂമരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നത് പ്രണയം തുടരുന്ന. അത് പൂമരത്തിന്റെ ആ ഒരു അറിവ് കൊണ്ട് കണ്ടു അഭിനയിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അതിനകത്തൊരു ചെറുതേ ചെയ്തിട്ടുള്ളെങ്കിലും, ചെറിയൊരു വേഷം ചെയ്തിട്ടുള്ളൂ. എങ്കിൽ പോലും എന്നെ അതിന് വിളിച്ചല്ലോ എന്നുള്ളതാണ്. നമ്മള് ടീച്ചറെ ഇവിടെ ഇരുത്തി നമ്മൾ ഇത്രയും സംസാരിക്കുന്നത് പോലും സിനിമയുടെ അഭിനയത്തിന്റെ കാര്യം, ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്നെ ഇതിന് വിളിച്ചത്. അപ്പൊ ഞാൻ അതിനകത്ത് ഒത്തിരി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. വെറും സിമ്പിള് വരാനിരിക്കും, ഇനി വരും. കാരണം ടീച്ചർ എന്താണെന്നൊക്കെ കാണാൻ. അതെ അതെ, അതൊരു പ്രതീക്ഷ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞാൻ എപ്പോഴും പോസിറ്റീവ്, എനിക്ക് എപ്പോഴും പോസിറ്റീവ്. എനിക്കൊരു വാശിയുണ്ട് എപ്പോഴും. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വാശിയുണ്ട്. ഞാൻ കറുത്തത്, ആ കറുപ്പിനെ എനിക്ക് വെട്ടണം എന്നെനിക്കൊരു വാശി എന്റെ മനസ്സിൽ പണ്ട് തൊട്ടേണ്ട്. ചെറുപ്പത്തില് വീട്ടില് അങ്ങനെ കറുത്തുപോയി, അതുകൊണ്ട് അവള് രക്ഷപ്പെടണം. എന്റെ അമ്മയും എന്റെ അച്ഛനും, അതായത് എന്റെ അമ്മ പറഞ്ഞ ഞാൻ ജനിച്ചപ്പോ ഭയങ്കര കറുപ്പായിരുന്നെന്ന് അറിഞ്ഞ. അപ്പൊ പഴയ നായന്മാര് കുടുംബമാണ്. അന്ന് എല്ലാവർക്കും വെളുപ്പിനോടാണ് താല്പര്യം. കറുപ്പിനെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോ ഞാൻ കറുത്തെന്നുള്ളതിന് എന്നെ എല്ലായിടത്തും മാറ്റി നിർത്തുമായിരുന്നു. അപ്പൊ എനിക്ക് കോംപ്ലക്സ് ആയിരുന്നു. ഞാൻ ഡാൻസിന് ചെന്നപ്പോഴും ആ സാറിനോട് എന്ന് പറഞ്ഞതും എൻ്റെ അച്ഛൻ പറഞ്ഞു, അവള് കറുപ്പാണ് കേട്ടോ, അവളെ മാറ്റി നിർത്തരുത് എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും എന്നെ പിന്തള്ളി. ഞങ്ങൾ ആദ്യമായിട്ട് ഡാൻസ് പഠിക്കുമ്പോൾ 8 കുട്ടികളെ, 8ല് 7 പേര് നല്ല വെളുത്ത സുന്ദരികളാണ്. ഞാൻ മാത്രം അടുത്ത. ഇന്ന് ഈ നൃത്തം കൊണ്ട് ജീവിക്കണ ഈ 8 പേരിൽ ഒരാള് ഞാനാ. ഇന്ന് ഈ ലോകം മുഴുവൻ ഞാൻ പോയി. 23 കൺട്രീസിൽ ഞാൻ പോയി. ഈ 23 കൺട്രീസിൽ എന്തുകൊണ്ട് പോയി? ഈ നൃത്തം കൊണ്ട്, ഈ കറുപ്പ് വെച്ച് ഇല്ലേ ഞാൻ പോയി. അപ്പൊ എന്റെ കൂടെ പഠിച്ച ബാക്കി 7 പേരും വേറുള്ള ഇല്ല, കളറില്ല എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി ഞാൻ തഴഞ്ഞപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സ്ഥലത്ത് ഞാൻ തഴഞ്ഞപ്പെട്ടിട്ടുണ്ട്. സ്കൂളിലെ ഒരു വിഷയം ആ സ്കൂളില്, അതായത് നമ്മുടെ ഒരു ജൂബിലി വരുക. ജൂബിലി വരുമ്പോഴത്തേക്കും സ്കൂളിൽ ഈ മന്ത്രിമാർ വരുമ്പോൾ എതിരേപ്പിന് എടുക്കുമല്ലോ. അന്നത്തെ ടീച്ചേഴ്സ് ഒക്കെ ചിലതൊക്കെ മരിച്ചു പോയി കേട്ടോ. എതിരേപ്പിന് എടുക്കുക. ടീച്ചർ എൻ്റെ അനുജത്തിമാരെ, ഒരനിയത്തി വന്നതേ ഉള്ളൂ. എൻ്റെ അനുജത്തിയെ എതിരേപ്പിന് എടുത്തു. അന്ന് വൈറ്റും ചുമപ്പും, വൈറ്റ് പാവാട ചുമപ്പ് ബ്ലൗസ്. ആ ക്ലാസ്സിൽ 5Aയില ഞാൻ. എന്നെ മാത്രം എടുത്തില്ല. ഞാൻ വീട്ടിൽ വന്നിരുന്ന് കരച്ചിലോട്. അപ്പൊ 11 5ാം ക്ലാസ്സിലല്ലേ. അപ്പൊ ഞാൻ ആ ഒരു പ്രായത്തിൽ ആ വിവേചനത്തെ പറ്റിയിട്ട് എന്തെങ്കിലും എനിക്ക് ചിന്തിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഇങ്ങനെ കളറുള്ളവര് കുട്ടികളെല്ലാം. അപ്പൊ എനിക്ക് അന്നൊക്കെ ഭയങ്കര കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും എൻ്റെ അമ്മയോടും ഞാൻ അച്ഛനോടും ഒക്കെ പറയും, ഞാൻ കറുത്ത. എന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഞാൻ കറുത്തതായിട്ടല്ല എന്നെ അങ്ങനെ ചെയ്യണേ, എന്നെ കറുത്തതായിട്ടല്ല, ഞാൻ അവിടെ ഈ അച്ഛൻ്റെ അമ്മയുടെ മകളാണോ അന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഫീലിംഗ് ആയിരുന്നു അത്. അപ്പൊ ഞാൻ എവിടെയാണേലും ഈ കറുപ്പിനെ ഞാൻ ഒരു ഇതാക്കണം. അപ്പൊ എൻ്റെ അമ്മ അന്ന് എൻ്റെ അച്ഛനും പറയാന്ന്, ഇവളെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവളെ ഡാൻസിന് കൊണ്ടുവിടണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു അവളെ RLV ഒന്നും കൊണ്ട് ചേർക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ RLV ചേർക്കാൻ ആപ്ലിക്കേഷൻ അയച്ചു. എന്നെ വിളിച്ചു. അന്ന് ടീച്ചറോട്, വിലാസം ടീച്ചറായിരുന്നു, ടീച്ചറോട് പറഞ്ഞ്
അവള് കറുത്തതാണ് കേട്ടോ, അവളെ തഴയപ്പെടരുത്. ഞാൻ യൂറോപ്പിൽ വിയന്ന ചെന്നപ്പോ ഞാൻ ജീൻസും ഷർട്ടും ഇട്ട്, ജീൻസും ബനിയനും ഇട്ട്, എന്നിട്ട് ഞാൻ അവിടുത്തെ മെട്രോ യാത്ര ചെയ്യാം. അന്നേരം എൻ്റെ കമ്മലുണ്ട്, ഈ പൊട്ടുണ്ട്, എൻ്റെ മാലയുണ്ട്. അപ്പോ മദാമ്മമാർ അവിടെ ഇരുന്ന് ചിരിക്കുക, ഭയങ്കരമായിട്ട് ചിരിക്കുക ഈ ഇതില്ല. അപ്പൊ ഞാൻ ജീൻസ് ഇട്ടേക്കുന്നു, ബനിയൻ ഇട്ടേക്കണം. എത്ര നാളത്തെ ഇത് നടന്നത് 2012. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കണ കണ്ടപ്പോഴത്തേക്കും, അപ്പൊ എൻ്റെ അടുത്തിരുന്ന കുട്ടികൾക്ക് കുറച്ച് മലയാളം അറിയാം. അവര് മലയാളികളുടെ മക്കളായത്, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് മലയാളം. അപ്പൊ ഞാൻ ഈ കുട്ടി ഒരു കുഞ്ഞി, ഇത് എന്തിനാ ഇവര് ചിരിക്കണേ എന്ന് ചോദിച്ചപ്പോ, ടീച്ചർ അത് ടീച്ചറിന്റെ കുണ്ടലം, ടീച്ചറിന്റെ പൊട്ടി, ടീച്ചർ ജീൻസും ഷർട്ടും ഇട്ടതിന് ശേഷം ഇത് തൊട്ടുകൊണ്ടാണ് അവര് ചിരിക്കണത്. അപ്പൊ ഞാൻ ഇതേ വേഗം ഞാൻ പൊട്ട് മാറ്റട്ടെ എന്ന് ചോദിച്ചപ്പോ ഈ പിള്ളേര് വേണ്ട വേണ്ട, അവര് ഭയങ്കരമായിട്ട് ചിരിക്കും, എണീറ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്നും ഇത് ഇല്ലാണ്ടിരുന്നു. കാരണം അന്നേരം എന്റെ ചിന്തയിൽ ഇതിട്ടില്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റി എന്റെ ഇത് പോവില്ലോ എന്നുള്ളത്. പക്ഷെ എന്റെ ഇത് ജീവിതത്തിൽ ഞാൻ 90 വയസ്സായാലും ഇതിടും. എന്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ട്, എടി മോളെ നിനക്ക് ഇത് മാറ്റാറായില്ലേന്ന്. പക്ഷെ ഇത് എന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. എനിക്ക് തോന്നുന്നു അത് ആ അവഗണനകളും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഞാൻ കണ്ടുവരുന്നു, ഇന്ന് കാലത്തെ കൂടെ ഞാൻ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ച ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു മനുഷ്യൻ അവന്റെ വസ്ത്രം, ആ വസ്ത്രത്തിലാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ് കാണുന്നത്. അതെ, ഈ കോൺഫിഡൻസ് വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടും അത് മറയ്ക്കാൻ ഉണ്ടാവുന്ന ഒരു ടൂളായിട്ടും. അതെ അതെ, നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കണം. ഇപ്പൊ അഭിജിത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, എന്റെ ചിന്ത മുഴുവൻ എങ്ങനെയാണെന്നറിയോ, എനിക്ക് ഇതിലൂടെ കയറി വരണം. ഞാൻ ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളോട് പറഞ്ഞേ, എൻ്റെ ഒറ്റ ഒരു വാശിയാണ്, എനിക്ക് ഇതിലൂടെ കയറി വരണം, എന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടണം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ ഞാൻ ആരെന്നെ ശ്രദ്ധിക്കപ്പെടാൻ എന്നെ എങ്ങനെ ചെയ്യാം, അതായിരുന്നു എൻ്റെ ഇത്. അപ്പൊ എനിക്ക് ഈ ഡാൻസിലൂടെ എനിക്ക് അങ്ങറ്റത്ത് എത്തണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൽ എൻ്റെ മനസ്സിനുള്ളിൽ അന്നുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് നടക്കാറുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഭയങ്കര സന്തോഷവതിയാണ്. അതിലൊരു ഉപരി എനിക്ക് വേണ്ടി എന്ത് ഞാൻ വേഷം കെട്ട് ചെയ്യണേന് എൻ്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ടാണ്. എൻ്റെ ഭർത്താവ് സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ വേഷം കെട്ടൊന്നും നടക്കില്ല. ഇന്ന് ഞാൻ എവിടം വരെ എത്തിയിട്ടുണ്ടോ അതിൻ്റെ മെയിൻ ആള് എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. ടീച്ചറിന്റെ വിവാഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭർത്താവിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. അതായത് ഭയങ്കര സപ്പോർട്ടാണ്. എന്തെങ്കിലും ദേഷ്യപ്പെട്ട് വഴക്കിട്ട് പിരിഞ്ഞങ്ങ് പോണെന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം വഴക്ക് പറഞ്ഞാലും എന്നെ വഴക്ക് പറഞ്ഞാലും ഞാനത് അന്നേരം എൻ്റെ ഡാൻസിലേക്കുള്ളത് ചിന്തിക്കും. ഞാൻ അങ്ങനെ ഉള്ള ഇതില്ല. പക്ഷെ വഴക്ക് പറയും, നന്നായി ഞാൻ ചെയ്യണ ചിലപ്പോൾ എല്ലാം ശരിയൊന്നും ആയിരിക്കില്ല, അപ്പൊ ഞാൻ വഴക്ക് പറയും. എന്നാലും ഞങ്ങളുടെ ഈ കലയും കൊണ്ട് ഞങ്ങൾ ഒരിക്കലും പിരിയില്ല. കാരണം ഞങ്ങളുടെ കലയാണ്. പുള്ളി സംഗീതമാണ്, അപ്പൊ സംഗീതവും ഡാൻസും കൂടെ എപ്പോഴും ജെല്ലാണ്. അതായത് ടീച്ചർക്ക് മുന്നേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രണയം ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളത് പ്രണയം ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് അന്ന് അച്ഛനെയും അമ്മയൊക്കെ പേടിയില്ലേ, അപ്പൊ നമ്മൾ ആ ഒരു ഇതിലാണ്. അന്നൊക്കെ എൻ്റെ ചിന്ത ഇരിക്കണത്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ പഠിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്കും കല്യാണം കഴിച്ചു വിട്ടോളൂ എന്നുള്ള ചിന്തയാണല്ലോ നമ്മളിരിക്കുന്നത്. പിന്നീട് സ്കൂളിൽ പിന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടി, അങ്ങനെ 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 അങ്ങ് പോയി. പിന്നെ 6ൽ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രണയം ഉണ്ടാവും. നമ്മുടെ സിനിമയിൽ വന്നതും നമ്മുടെ സിനിമയിൽ എല്ലാവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടതും ആയിട്ടുള്ള ഒരു കാര്യം ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എനിക്ക് അതായത് എന്നെ സന്തോഷ് മാഷാണല്ലോ ആദ്യം വിളിക്കുക, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിജിത്തിനെ. അതിനകത്തൊരു ഇത്രയും നല്ലൊരു അതിനകത്തൊരു ചെറിയ, ഞാൻ പറഞ്ഞ ഒരു പാസിങ് പോലെയാണെങ്കിലും കിട്ടിയെങ്കിൽ അത് ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം അതിനകത്ത് ഒരു സിനിമയിൽ എനിക്കൊരു ഭാഗമാകാൻ സാധിച്ചില്ലേ. ഈ സിനിമ നല്ലൊരു പ്രശസ്തിയിലേക്ക് വന്നാൽ ചിലപ്പോൾ ഒരു പാസിങ്ങിലായിരിക്കും ഞാൻ രക്ഷപ്പെട്ടു പോണത്, ഇല്ലേ. അപ്പൊ ഞാൻ അതിലുപരി എല്ലാ സംവിധായകന്മാരെ പോരോ അല്ല എല്ലാ ക്യാമറമാൻമാരെ പോരോ അല്ല കാണുന്നത്. കാരണം അത് എൻ്റെ കുടുംബത്തിലെ ആൾക്കാരാണ്, ഒരു ഫാമിലിയാണ് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് വന്ന് സഹകരിക്കുന്നതും എല്ലാം. ഇപ്പോഴും എല്ലാം. അതായത് മറ്റുള്ള ആർട്ടിസ്റ്റുകളെ പോലെയല്ല. പിന്നെ നിങ്ങൾ കൊച്ചുകുട്ടികളായിട്ട് വളർന്നു വരുന്നവരാണ്. അപ്പൊ നിങ്ങൾ വളർന്നു വരുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്ത ഏറ്റവും പ്രായം ചെന്നവരെയാണ് ഇതിനകത്ത് നായകനും നായികയായിട്ട് വെച്ചിരിക്കുന്നത്. അത് എല്ലാവരും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇതില്ല. അതിനകത്ത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം അതും ഒരു നർത്തകിയെ തന്നെ
അതെ അതെ അതിനകത്ത് വിളിച്ചു. ഇല്ല മേഡം. പിന്നെ എന്നെ ഇതിനകത്ത് വിളിച്ചതിൽ സന്തോഷ് മാഷിനും അഭിജിത്തിനും വളരെ വളരെ ഞാൻ എന്താ പറയുക നന്ദി അറിയിക്കുന്നു.